ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ അജു ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ നമ്മൾ പുറത്ത് പോയി കുഞ്ഞിന് കുറച്ച് ടോയ്സ് നോക്കണം. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ടോയ്സൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഇപ്പോൾ ആൾ കണ്ടത് അത് മടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പോയി 2-3 ഷോപ്സിലൊക്കെ മാറി കയറി കേട്ടോ. കാരണം ഈ ഏജിൽ പറ്റിയത് കിലുക്കി, പിന്നെ കുറച്ച് കളറുള്ള സംഭവങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സൗണ്ട് ഉള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അതൊന്നും കിട്ടിയില്ല. ഒരു 5-8 മാസമായി കഴിഞ്ഞിട്ടുള്ള ബേബീസിനൊക്കെ പറ്റിയ ടോയ്സൊക്കെ ഉണ്ട്. പക്ഷേ കിലുക്കിക്കൊക്കെ ആണെങ്കിലും ഒട്ടും കിലുക്കില്ല കേട്ടോ. ഇപ്പം നമ്മളൊരു 3 ഷോപ്പിൽ ബേബി ഇതുപോലെ ടോയ് ഷോപ്പിൽ കയറിയിട്ടും അങ്ങനെ കിലുക്കം സൗണ്ട് അധികമുള്ള സാധനങ്ങളൊന്നും കണ്ടില്ല. സാധാരണ ഇപ്പം ഇവന് 4.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഈ ഏജിലുള്ള പിള്ളേർക്ക് കുറച്ച് കിലുക്കവും കളറും ഒക്കെ ഉള്ള സംഭവങ്ങളല്ലേ ഇഷ്ടം. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് വേണ്ടതൊരു മാറ്റായിരുന്നു. ഇവൻ ഇപ്പം 4.5 മാസമായി. ഇപ്പോൾ ആൾ ഇതുവരെ കമരാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ കമന്നിട്ടില്ല. ഇപ്പോൾ ചില ബേബീസൊക്കെ ലേറ്റ് ആവും. അപ്പോൾ ബെഡിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ബൗൺസ് ആവുന്നതുകൊണ്ടായിരിക്കും മേ ബി അവന് കമരാൻ പറ്റാത്തതെന്നൊക്കെ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അവനൊരു മാറ്റ് നോക്കാമെന്ന്. മാറ്റും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ടോയ്സ് സാധാരണ നാട്ടിലൊക്കെ ഈ നല്ല കിലുക്കിയും അതുപോലെ തന്നെ മാറ്റും ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പിൽ കാണില്ല. ഇവിടെ ടോയ്സിൻ്റെ തന്നെ ഭയങ്കര വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഒരു വയസ്സായ 2 വയസ്സായ പിള്ളേർക്കുള്ള കാറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അന്വേഷിച്ച് പോയ സാധനമൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഷോപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോയ്സൊക്കെ കാണാൻ. കീ ചെയിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കീ ചെയിൻ, അതുപോലെ തന്നെ ഈ വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള ഓരോരോ ടോയ്സ് ഇല്ലേ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കളറ് മാറുന്ന സംഭവങ്ങൾ, അതൊക്കെ കണ്ടേട്ടോ. അപ്പം അതൊന്നും പിന്നെ ഈ ഏജിൽ അവന് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടോ. നമ്മളിപ്പോൾ വെസ്റ്റ്ഫീൽഡ് മോളിലാണുള്ളത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ സബ്വേ പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ. കുറേ നേരം നമ്മളിങ്ങനെ ടോയ്സ് തപ്പി കുറേ ഷോപ്പിലിങ്ങനെ പോയത് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നടന്നിട്ടുമാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് സബ്വേന്ന് ട്യൂണ സാലഡും പിന്നെ ഒരു റാപ്പ് പോലത്തെ സംഭവമാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾ സബ്വേ പോകണമെങ്കിൽ ഈ ട്യൂണ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് സംഭവം. നല്ല നാട്ടിൽ നിന്ന് നമുക്ക് ഈ സെയിം ടേസ്റ്റിൽ കിട്ടും. ഞാൻ നാട്ടിൽ നിന്നാണ് ഫസ്റ്റ് കഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് ഇവിടെയും സെയിം ടേസ്റ്റിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മോളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പിയാനോ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എപ്പോഴും ഒരാൾ അവിടെ ഇരുന്ന് പ്ലേ ചെയ്യുന്നതാണ്. ഇന്ന് അയാൾ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് ഇരുന്നൊക്കെ നോക്കി. അപ്പോൾ ഒരു ചെറുക്കൻ വന്ന്, ഒരു നൈജീരിയനാണ് കേട്ടോ. അവനിപ്പം നിങ്ങൾ ഇന്ത്യയിൽ ഉള്ള ഓരോ പാട്ടും അതുപോലെ നമ്മുടെ കൾച്ചറും അതിനെ പറ്റിയിട്ടൊക്കെ അവനിങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറയായിരുന്നു നമ്മളിതൊന്ന് പ്ലേ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഈ മുകളിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു പാർക്ക്, ഒരു പിള്ളേർക്കൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെ. അപ്പോൾ പേരൻസ് ഇവിടെ വന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ കുട്ടികൾ തീരെ ചെറിയ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അജുനോട് പറയായിരുന്നു നമ്മളിങ്ങനെ വന്ന് ഇവനൊരു 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കാം എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്. നമ്മുടെ വീടിൻ്റെ ബാക്കിലൊരു പാർക്കുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും പോയിരിക്കുന്ന പാർക്കാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഇവിടെ ഐസ്ക്രീം നല്ല ടേസ്റ്റിയാണ്. ഞാൻ അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓറിയോ, ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, അതുപോലെ നമ്മുടെ ഫെററോഷർ, അങ്ങനെ ഓരോ പേരിൽ ഓരോ ഫ്ലേവറിൽ ഐസ്ക്രീം കിട്ടിയിട്ട്. അപ്പം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ പാർക്കിലോട്ട് പോയി. പാർക്കിൽ ഇപ്പോൾ ഈ സമയത്ത് സമ്മർ ടൈമിൽ ഭയങ്കര രസമാണ് പുറത്തിറങ്ങിയിരിക്കാൻ. ഉച്ചയ്ക്കൊന്നും നമുക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റില്ല, ഒരു ചൂടും ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും. പക്ഷേ വൈകിട്ട് നല്ല രസമാണ്, ചെറിയൊരു കാറ്റും കുഞ്ഞിനെയൊക്കെ ആയിട്ട് വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരിതാണ്. അപ്പം ഇന്ന് ഈ പാർക്കിൽ വന്നപ്പം ഇതിന് മുന്നേ ഞാൻ സ്ട്രോബെറി അവിടെ കണ്ടിട്ടുണ്ട്, പച്ചയായിട്ട് കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് പഴുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നോക്കിയപ്പോൾ ഇതേടാ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് അവിടെ കണ്ട്. പിയർ, പീച്ച്, പ്ലംസ്, ഗ്രേപ്സ്, ആപ്പിള്, ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് അവിടെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. നന്നായിട്ട് റോസും അതുപോലെ തന്നെ ഒരേ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം പാർക്കിൽ വരുമ്പോൾ നിറയെ ഫ്ലവേഴ്സായിരുന്നു. ഇപ്പം അത്ര ഒന്നുമില്ല. ഇത് നമ്മുടെ പിയറാണ് കേട്ടോ. പിയർ 2 മരമാണ് അവിടെ ഉണ്ടായിരുന്നത്, 2 ഷേപ്പിൽ. ഒരെണ്ണം ഒരു റൗണ്ട് ഷേപ്പിലും ഒരെണ്ണം നന്നായിട്ട് നീണ്ടിട്ടും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. പഴുത്തിട്ടില്ല, അതായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് പ്ലംസ് ആണ്.
ഇത് പ്ലംസ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചുമന്ന് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ആ പ്ലംസിലാകെ 5-6 നമ്മൾ കണ്ടുള്ളൂ. ചിലപ്പോൾ ആളുകളത് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും പഴുത്ത് കിടക്കുമ്പോഴേ ആർക്കാണേലും ഒന്നും പറിക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നീണ്ട പിയറെന്ന്, ഈ നീണ്ട പിയർ ഇതൊക്കെ നാട്ടിലൊക്കെ ഒത്തിരി ഉള്ളതാണ്. പിയർ ഈ 2 ടൈപ്പ് നമ്മൾ നാട്ടിലുള്ളതാണ്. അപ്പോൾ ദേ ആ മരത്തിൻ്റെ വെയിറ്റ് കൂടിയിട്ടേ അതങ്ങ് ചരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതിൽ നിറയെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയതുള്ളൂ. പിന്നെ ദേ ആപ്പിൾ പിന്നെ കോമൺ ആണ്. ലാസ്റ്റ് സമ്മറിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആപ്പിളൊക്കെ പഴുത്ത് തുടങ്ങിയിട്ട് എല്ലാം ഒരു ചെറിയ റെഡ് ഷെയ്ഡ് ആയി തുടങ്ങി. കംപ്ലീറ്റ് ആയിട്ട് പഴുത്തിട്ടില്ല, എന്നാലും ചെറിയൊരു റെഡ് ഷെയ്ഡ് ആയി തുടങ്ങി. പിന്നെ അതേ ഗ്രേപ്സും ആയി വരുന്നതേ ഉള്ളൂ. അതും ആ വള്ളി നിറയെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ചൊന്നും അല്ല, കുറേ അധികം നിൽക്കുകയാണ്. ഇലയൊക്കെ ആണെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയാണ്. ഒരു വാടിയതുപോലെ അങ്ങനെയൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഗ്രേപ്സ് ആണെങ്കിലും നിറയെ ഇങ്ങനെ ആയി നിൽക്കുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പീച്ചാണ്. പീച്ച് എനിക്ക് നാട്ടിലധികം ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പം ലുലുവിൻ്റെ ഹൈപ്പറിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒന്നും ആയിട്ടില്ല, കരിമ്പച്ച കളറിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ ആ ഷേപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പീച്ചാണെന്ന്. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അത്. അപ്പം അതും പിന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ബെറിയാണ് കേട്ടോ, നമ്മുടെ ബ്ലൂബെറി. അത് നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. അതും ഇങ്ങനെ നിറയെ ഉണ്ട്, പക്ഷേ അതിൽ എല്ലാം ഒന്നും വയലറ്റ് കളറായിട്ട് പഴുത്തിട്ടില്ല. 1-2 എണ്ണമൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്, അധികം പഴുത്തിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ബ്ലാക്ക്ബെറിയാണ്. ബ്ലാക്ക്ബെറി ഇവിടെ കോമൺ ആണ്, എല്ലാ പറമ്പിലും അവിടെയും റോഡ് സൈഡിലും ഒക്കെ കാണാവുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക്ബെറി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.